ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പാസ്തയാണ് തയ്യാറാക്കുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിന് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് സവാള ഒരു പകുതി കഷ്ണമാണ് അരിഞ്ഞെടുത്തത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല. പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയിലേക്ക് നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. തക്കാളി ഒന്ന് വേവിച്ച് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാസ്ത വേവിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ്, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.